ഇഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പൊട്ടറ്റോ ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കിലോ പൊട്ടറ്റോ ഇതുപോലെ അരിഞ്ഞ് ഒരു 5 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് ഊറ്റിയെടുത്തതാണ്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന നേരത്ത് കൈ വെച്ച് മിക്സ് ചെയ്യരുത്. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഫ്രീസറിൽ 1 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഞാനൊരു മണിക്കൂർ ഫ്രീസറിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ കൈ വെച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോഴേക്കും ഓരോരോ പീസുകളായിട്ട് അത് ഇളകി വരും. ഇനി നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ഇതിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിലായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്കിത് കുറേശ്ശെയായിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ നല്ല തിളച്ച എണ്ണയിലേക്കാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം. കാരണം ഇത് നന്നായിട്ട് വെന്ത് ഒരു ക്രിസ്പി പരുവത്തിൽ ആകുമ്പോഴാണ് നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്രിസ്പി പരുവമായി വന്നിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തത് നമുക്കിത് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ വീണ്ടും പറയുകയാണ്, നമ്മൾ ഇട്ട് കൊടുക്കുന്ന നേരത്തെ ഒരുപാട് തീയാവരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് എന്നാൽ മാത്രമേ നമ്മളെ പൊട്ടറ്റോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. എണ്ണ ചൂടാവാൻ മാത്രമേ ഹൈ ഫ്ലെയിമിൽ വെക്കാവൂ. അപ്പോൾ അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട.